അപ്പോൾ കുറേ ആയാലും ഫ്രൂട്ട് വരയ്ക്കുന്നേ, ഇന്നൊരു വെജിറ്റബിൾ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ വരച്ചതിൻ്റെ ഫൈനൽ റിസൾട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്കെച്ച് നിങ്ങളാ കഴിയുന്ന വിധത്തിൽ ബുക്കിൽ വരച്ചെടുക്കുക. ഓക്കെ. അതിനുശേഷം ആ റെഫറൻസിൽ നോക്കിയാൽ മനസ്സിലാവും, സൺലൈറ്റ് അടിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടാവുമല്ലോ, അവിടെ എന്ത് ചെയ്യുക, ഇതുപോലെ വൈറ്റ് ഒഴിവാക്കി ബാക്കിയൊക്കെ യെല്ലോ കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ഇതുപോലെ ഓറഞ്ച് അതിൻ്റെ ടോപ്പിൽ ഒരു ലെയറായിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ആ വൈറ്റ് എന്തായാലും അവിടെ ഒഴിച്ച് വെക്കണം. അതിനുശേഷം നമ്മുടെ ഡോംസിൻ്റെ വൈറ്റ് പെൻ എടുക്കുക. അത് നമ്മളുടെ ബ്ലെൻഡിങ് ടൂളാണല്ലോ. അപ്പോൾ അതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ആദ്യം യെല്ലോ ഒന്ന് ആ വൈറ്റിലേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഓറഞ്ച് യെല്ലോയിലേക്കും ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ലൈറ്റ് റെഡ് കാണുന്ന ഏരിയകളിലൊക്കെ ഈ ഓറഞ്ചും റെഡും അതിൻ്റെ ടിപ്പുകൾ തമ്മിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഈ ഓറഞ്ച് ഒരു ലൈറ്റ് റെഡാവും. കുറച്ച് സമയം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ലെയർ ചെയ്യാം. ഇനി റെഡ് ഡാർക്ക് റെഡ് വരുന്ന ഏരിയയിൽ ഡയറക്റ്റായിട്ട് റെഡ് കൊടുക്കുക. അതിനുശേഷം ഓറഞ്ചിനെ കൊണ്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. കണ്ടോ, ഇതുപോലെ റെഡ് കൊണ്ട് ഇങ്ങനെ ഡോട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓറഞ്ച് എടുക്കുക, അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു എന്താ പറയുക, നല്ല ബ്ലെൻഡായിട്ട് തോന്നും. അല്ലാണ്ട് വേറെ തന്നെ ബോറായിട്ട് കിടക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ കണ്ടോ, റെഡ് വേറെ തന്നെ കിടക്കുന്നില്ലല്ലോ, അതിലൊരു ബ്ലെൻഡായി കിടക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഇതേ സെയിം സാധനം തന്നെ നമ്മൾ ബാക്കിയുള്ള സ്പേസിലും റിപ്പീറ്റ് ചെയ്യുക. ഒരു വെളിച്ചടിക്കുന്ന വൈറ്റ് പോർഷൻ ഒഴിവാക്കുക, ബാക്കി യെല്ലോ ലെയർ അടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓറഞ്ച് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം അത് നമ്മുടെ വൈറ്റ് പെന്നെടുക്കുക, അവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വൈറ്റ് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ഒരു ചെറിയ പോർഷൻ നടുക്ക് ഒഴിവാക്കിയിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഓക്കെ. പിന്നെന്താണ്, ലൈറ്റ് റെഡ് വരേണ്ട പോർഷൻസ് റെഡ് പെന്നും ഓറഞ്ച് പെന്നിൻ്റെയും ടിപ്പ് തമ്മിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓറഞ്ച് പെന്ന് യൂസ് ചെയ്തിട്ട് വേണം ഷെയ്ഡ് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം ഡാർക്ക് സ്ഥലങ്ങളിൽ റെഡ് ഡയറക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഓറഞ്ച് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ. ഈ റെഫറൻസ് നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങളത് ചെയ്യാൻ. ഇനി ലാസ്റ്റിലെ ലെയറും അതുപോലെ തന്നെ കൊടുക്കുക. യെല്ലോ കൊടുക്കുന്നു, അതിനുശേഷം ഓറഞ്ച് കൊടുക്കുന്നു. ഇനി ആ ഓറഞ്ചിൽ ലൈറ്റ് റെഡ് വേണ്ട പോർഷൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലൈറ്റ് റെഡ് ആക്കിയിട്ട് കൊടുക്കും. ഇനി ഡാർക്ക് റെഡ് വേണ്ട പോർഷൻ നമ്മൾ ഡയറക്റ്റായിട്ട് റെഡ് പെൻ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ. വേണ്ടോ, റെഡ് നമ്മൾ ഡയറക്റ്റായി ഡാർക്ക് പോർഷൻസ് വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ റെഡ് ഡയറക്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഓറഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ആക്ച്വലി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുകൊണ്ട് വരയ്ക്കാൻ, അതായത് ഡോംസ് ബ്രഷ് പെൻ യൂസ് ചെയ്ത് വരയ്ക്കാൻ. എനിക്കൊരു നെഗറ്റീവും പറയാനില്ല കേട്ടോ. അടിപൊളി. ആക്ച്വലി ഈ ഡോംസുകാർ കുറച്ചും കൂടെ കളർ വെറൈറ്റീസ് കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നു ഒരു സെറ്റും കൂടെ ഉണ്ട്, ഒരു പാസ്റ്റൽ ഷെയ്ഡിൻ്റെ സെറ്റും കൂടെ ഉണ്ട്. അത് ഞാൻ വാങ്ങിയിട്ടില്ല, വാങ്ങണം. അപ്പോൾ ഇവർ കുറച്ചും കൂടെ കളേഴ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, അതുപോലെ ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, കുറച്ചും കൂടെ ഷെയ്ഡ്സ് അതിൻ്റെ ഇടയിൽ വരണം. യെല്ലോസിൻ്റെയും എല്ലാത്തിൻ്റെയും കുറേ വെറൈറ്റീസുകൾ ഷെയ്ഡുകൾ ഇവർ കൊണ്ടുവരികയാണെങ്കിൽ ഇവർ ടോപ്പിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ മാർക്കർ പെൻസൊക്കെ വെച്ച് വരയ്ക്കണതൊക്കെ സിമ്പിളായിട്ട് ഇതും വെച്ച് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ കുറേ വെറൈറ്റീസ് ഉണ്ടെന്നാൽ ഇവർ ടോപ്പിലെത്തില്ലേ? എന്തായാലും എത്തും, കാരണം റേറ്റും കുറവാണ്. യെസ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇത് വരച്ചിട്ട് ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ എനിക്ക് അയച്ചു തരണം കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ എന്തായാലും പറഞ്ഞുതരും കേട്ടോ. അതൊക്കെ ഭയങ്കര ഹാപ്പിയുള്ള കാര്യമല്ലേ.
അല്ലെ ഡൗട്ട്സൊക്കെ ചോദിക്കുന്നതും. എന്നിട്ട് ഞാൻ കമൻറ്റ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയില്ല കേട്ടോ. ഞാൻ കുറേ കമൻസുകൾ വരുമില്ലേ, ഓൾഡ് കമൻസൊക്കെ താഴെ പൊയ്ക്കൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടില്ല. ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയല്ല, ഞാൻ എല്ലാ മെസ്സേജും ചെക്ക് ചെയ്യുമല്ലോ. ഓക്കെ. പിന്നെ ഈ ഒരു ഡാർക്കും ലൈറ്റും ഏരിയ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവാട്ടോ. ഡാർക്കായിട്ട് റെഡ് വരുന്ന പോർഷൻസൊക്കെ നോക്കി ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ട് വരുന്ന ഭാഗത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടോ ഇതുപോലെ. ആക്ച്വലി ഈ ട്യൂട്ടോറിയൽ ഇട്ടിട്ട് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ വീഡിയോ ഇടേണ്ടത് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം, ഇങ്ങനെ തന്നെ മതി. ഇനി എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ അതും ഇടണം കേട്ടോ. ഇങ്ങനെ മാറ്റിയാൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടെ നല്ല വീഡിയോ ആകും. അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ ഇത്.